ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്തിൽ കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. LPG ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ പരിശോധിച്ച് ഉറപ്പാക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കുകയാണ് എന്തായാലും കേന്ദ്ര സർക്കാർ. 2 മാസം പിന്നിടുമ്പോഴും തണുപ്പൻ പ്രതികരണമായതോടെ മസ്റ്ററിംഗ് ഇല്ല എങ്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ആകില്ല എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളും പുറത്തേക്ക് വരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് LPG മസ്റ്ററിംഗ് എങ്ങനെ വീട്ടിലിരുന്ന് എളുപ്പത്തിൽ ചെയ്യാമെന്നാണ്. അതിന് നമുക്ക് മൊബൈൽ ഫോൺ മാത്രം മതിയാവും. അതുപോലെ തന്നെ നെറ്റ് കണക്ഷനും വേണം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഓരോ ആപ്പുകളുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. മൊബൈൽ യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് അറിയണ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ ക്യൂ നിൽക്കാതെ ഇപ്പം എല്ലാവരും LPG കണക്ഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മസ്റ്ററിംഗ് എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ ടൈപ്പും ഗ്യാസ് ഏജൻസികളുടെയും പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് HP ആയാലും ഭാരത് ഗ്യാസ് ആയാലും അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്യാസ് ആയാലും. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഞാൻ ഒരൊറ്റ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ആ ഒരു ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് കമ്പനികളുടെ വീഡിയോയിലേക്ക് ഇത് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിനാവശ്യമായ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങളുടെ ഗ്യാസ് ഏത് കമ്പനിയുടെയാണോ അതിന്റെ മാത്രം ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഭാരത് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് ആപ്പായ ഹലോ BPCL എന്ന് പറഞ്ഞ ആപ്പും അതേപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ 1 എന്നൊരു ആപ്പ് അതുപോലെ തന്നെ HP-യുടെ ഒരു ആപ്പ്, ഈ 3 ആപ്പും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ LPG കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവല്ലോ, ആ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് വേണം ഇത് ലോഗിൻ ചെയ്യാൻ. അപ്പോൾ OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുത്തിട്ട് വേണം ഇതിൽ ലോഗിൻ ചെയ്യാൻ. അതുപോലെ തന്നെ അത് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു പിന്ന് ജനറേറ്റ് ചെയ്ത് വെക്കണം. അത് പിന്നീട് ലോഗിൻ ചെയ്യാനായിട്ട് ഈ ഒരു പിന്ന് യൂസ് ചെയ്താൽ മതിയാവും. ഈ 3 കൂടാതെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ID എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പും കൂടി ഉണ്ടാവും. അതായത് ഇതിൽ നമ്മുടെ ഫേസ് ആണ് അവർ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ആപ്പാണ്. അത് ആധാർ ഫേസ് ID എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇപ്പം ഞാൻ ആദ്യമേ പറയുന്നത് ഭാരത് ഗ്യാസിന്റെ ആണ്. അതായത് ഹലോ BPCL എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മൾ ഭാരത് ഗ്യാസിന്റെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OTPയും യൂസർ നെയിം വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അത് എല്ലാത്തിലും അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ പുതിയതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ രജിസ്റ്റർ ചെയ്യാം. അതിൽ മസ്റ്റായിട്ട് നമ്മൾ ഏതാണോ LPG കണക്ഷൻ എടുക്കാൻ യൂസ് ചെയ്താക്കുന്ന മൊബൈൽ നമ്പർ അത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്ത് വരാൻ. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ സ്ക്രീൻ വരും. ആ മെയിൻ സ്ക്രീനിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഭാരത് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ആപ്പ് ത്രൂ നമുക്ക് ബുക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. അതിൽ ബുക്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും കൊടുക്കാം. ഓൺലൈനായിട്ട് പേയ്മെന്റ് കൊടുക്കാനുള്ള ഓപ്ഷനും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് ഈ KYC എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. അത് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്യാത്തവർക്ക് അവിടെ കംപ്ലീറ്റ് KYC എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സ്ക്രീനിൽ വി വാല്യൂ യുവർ പ്രൈവസി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. അതായത് ഇതിന് നമുക്ക് ഫോണിന്റെ ക്യാമറ ഡിറ്റക്ഷൻ ഇതിൽ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ബോക്സ് കാണും. അതിൽ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആധാറിന്റെ ഫേസ് ഡിറ്റക്ഷന്റെ ആപ്പിലേക്ക് പോകും. അപ്പോൾ LPG കണക്ഷൻ ആരുടെ പേരിലാണ് കൊടുത്തത് ആളെ ഈ സ്ക്രീനിന് മുന്നിലായിട്ട് അല്ലെങ്കിൽ ബാക്ക് ക്യാമറയിലായാലും ഈ ഒരു റൗണ്ടിൽ ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്പ് ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഇമേജിനെ ക്യാപ്ചർ ചെയ്തിട്ട് പ്രോസസ് ചെയ്തിട്ട് ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കും. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് ക്യാപ്ചർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കാണിക്കും. അതേപോലെ തന്നെ അവിടെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഏത് ഡേറ്റിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് നമുക്ക് കാണിച്ചു തരും. ഇത്രയാണ് ഭാരത് ഗ്യാസിന്റെ കേസിൽ നമുക്ക് LPG മസ്റ്ററിംഗ് വേണ്ടി വരുള്ളൂ. ഇനി നമുക്ക് LPG ഗ്യാസിന്റെ അടുത്ത കമ്പനിയായ HP-യിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ക്രീനിൽ തന്നെ മൈ HP എന്ന് പറഞ്ഞൊരു പോർഷൻ കാണാം. അതിൽ LPG എന്ന് പറഞ്ഞ
ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ KYC എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് KYC ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ഒരാളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലിങ്ക് ചെയ്യാൻ പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതായത് ഈ മൊബൈൽ നമ്പർ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഡോക്യുമെന്റ്സ് നമ്മുടെ ഗ്യാസ് ഏജൻസി ഏതാണോ അവരുടെ അവിടെ പോയിട്ട് അത് പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രമായിരിക്കും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ KYC ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷനിൽ നേരത്തെ നമ്മൾ ഭാരത് ഗ്യാസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ചെക്ക് ബോക്സ് കാണാം ടിക്ക് ചെയ്യാനുള്ളത്. അതിൽ ക്യാപ്ചർ ഫേസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇതിലും ഇതുപോലെ നമ്മൾ ആ ഒരു ആധാറിന്റെ ഓതന്റിക്കേഷന്റെ ഒരു ഓപ്ഷൻ കാണും. അതിൽ വീണ്ടും ഒരു ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷൻ്റെ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് വരും. അതിൽ LPG കണക്ഷൻ ആരുടെ പേരിലാണ് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഫേസ് ഒരു വട്ടത്തിൽ വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളെ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്യും. ചില കേസിൽ അവർ കണ്ണ് ഒന്ന് ചിമ്മാനായിട്ട് പറയുന്നുണ്ട്, ആ സമയത്ത് മാത്രമായിരിക്കും അത് ആക്റ്റീവ് ആവുള്ളൂ. ആ ഒരു റൗണ്ട് ഷേപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ബോർഡറിൽ ഒരു റെഡ് ലൈൻ കാണാം. ആ ഫേസ് ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഗ്രീൻ ലൈൻ വരും. അപ്പോൾ തന്നെ അത് ഇമേജ് പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ KYC വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ മെസ്സേജ് കാണിക്കും. അത് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ HPയിൽ LPG മസ്റ്ററിങ് റെഡി ആയെന്നാണ് കാണിക്കുക. അപ്പോൾ 2 ആപ്പുകളുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു ആപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഗ്യാസ് ആണ്. അപ്പോൾ ഇന്ത്യൻ ഓയിലാണ് ഈ ഒരു LPG ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ഗ്യാസിൽ ഇതുപോലെ തന്നെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് റോസ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത ഒരാൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അല്ലാതെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സൈനപ്പ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പറും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ അവരെ പോളിസീസ് അഗ്രി ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പിന്ന് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ആ പിന്ന് വെച്ച് നമ്മൾ വീണ്ടും ഇത് ഓപ്ഷനിൽ പോയിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറും അതുപോലെ പിന്നും കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ പിന്ന് മാത്രം, പാസ്വേഡ് മാത്രം അടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവർ കാണിക്കും. അപ്പോൾ അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മെയിൻ സ്ക്രീനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലിങ്ക് മൈ LPG ID എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഒന്നില്ലെങ്കിൽ ഇതിൽ പോവാം, അതല്ലെങ്കിൽ നമ്മൾ ആ മുകളിൽ കാണുന്ന ആ ലൈൻസ്മേ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ, മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ LPG ID ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ലിങ്ക് നോ കൊടുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹോം സ്ക്രീനിൽ ലിങ്ക് മൈ LPG ID കൊടുത്തിട്ടുണ്ടെങ്കിലും രണ്ടും സെയിം ആയിട്ടാണ് വരിക. അപ്പോൾ അതിലിവിടെ 16 ഡിജിറ്റ് LPG ID കൊടുക്കണം. അതിൽ ആദ്യത്തെ ഡിജിറ്റ് 3 ആണ് ഇന്ത്യൻ ഓയിലിൻ്റെ കേസിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള LPG ID നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കണം. അതിനുശേഷം അത് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ LPG ID ലിങ്ക്ഡ് എന്ന് പറഞ്ഞുള്ള ഒരു കൺഫർമേഷൻ മെസ്സേജ് കാണിക്കും. അതിനുശേഷം വീണ്ടും ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഹോം സ്ക്രീനിൽ പോയിട്ട് വീണ്ടും ഈ സെയിം മൈ പ്രൊഫൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ KYC KYC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ രജിസ്റ്റർ KYC ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കസ്റ്റമർ ഡീറ്റെയിൽസിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഇതുപോലെ തന്നെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ആധാറിൻ്റെ ഫേസ് ഡിറ്റക്ഷൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് വരും. അതിൽ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഇന്ത്യൻ LPG ആരുടെ പേരിലാണോ എടുത്താക്കണ് ആളുടെ ഫേസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇമേജ് ക്യാപ്ചർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് കാണിക്കും. അതുപോലെ തന്നെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണിച്ചു തരും. ഇതെല്ലാം ഓക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൺഫേം ആയിക്കോളും. ഇപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഓയിലിൻ്റെ, അതായത് ഇന്ത്യൻ LPG ഗ്യാസിൻ്റെ കേസിൽ വരുന്ന ഓപ്ഷൻ. ഇതിൽ KYC എന്ന് പറയുന്നത് പലർക്കും അറിയില്ല എന്താ സംഭവം. KYC നമ്മൾ മീൻ ചെയ്യുന്നത് നോ യുവർ കോണ്ടാക്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലയിടത്ത് നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് മെയിനായിട്ട് LPG മസ്റ്ററിങ്ങിന് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഈ LPG ID അറിയില്ലെങ്കിൽ നമുക്ക് www.mylpg.in എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മുടെ ഏജൻസി, പ്ലേസ്, അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർ ID, അതായത് LPGയുടെ കൺസ്യൂമർ ID ഉണ്ടാവും. അതും കൊടുത്തിട്ടുണ്ട്. സെർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് LPG ID കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ബുക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതല്ലെങ്കിൽ അവർ ഓരോ വട്ടം നമ്മുടെ ഗ്യാസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു സ്ലിപ്പ് അവർ തരുന്നുണ്ടാവും. അതിൽ കാണാം ഒരു നമ്പർ LPG ID എന്ന് പറഞ്ഞിട്ട്. അത് വെച്ച് നമുക്ക് LPG ID കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഏജൻസിയിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ട് LPG മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.